നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ സുബ്ഹാനല്ലാഹ് കാര്യമായ ആലിമീങ്ങളെ വിളിച്ചുകൊണ്ടുവന്നു, അതേ കാര്യമായ സയ്യിദന്മാരെ വിളിച്ചുകൊണ്ടുവന്നു, എന്നിട്ട് സ്റ്റേജിൽ ഇരുത്തിയിട്ട് നിക്കാഹ് നടത്തി. സുബ്ഹാനല്ലാഹ് അങ്ങനെ പല ആലിമീങ്ങളെയും ക്ഷണിച്ചു കൊണ്ടുവന്നു. ആ മഹാനായ ആലിം കല്യാണ വീട്ടിലേക്ക് കടക്കുമ്പോ ചുമലിന് തട്ടിയിട്ട് കുറെ സ്ത്രീകൾ ഇങ്ങനെ പോവുകയാണ്. ഈ ആലിം നന്നായി പള്ളിയിലിരുന്ന പണ്ഡിതനാണ്, അല്ലെങ്കിൽ വേറെ എവിടെയോ ഇരുന്ന് ദർസ് നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ തലമറക്കാത്ത മാറുമറക്കാത്ത പെണ്ണിന്റെ കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ മടിയില്ലാത്തവർ, അതേ അവരുടെ ചുമലിൽ തട്ടി പോകുന്നതിനൊരു മടിയും ഇല്ലാത്തവർ, സുബ്ഹാനല്ലാഹ് അവിടൊന്നും കഴിഞ്ഞു. ആ പണ്ഡിതൻ ഇറങ്ങുമ്പോഴേക്ക് അതാ വധുവായ പെൺകുട്ടിയെ, അതേ ചെറിയ പ്രായത്തിലുള്ള ആ പെൺകുട്ടിയെ നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല പൗഡറിട്ട് എല്ലാവിധത്തിലും മിനുക്കിയെടുത്ത് നല്ല അതാ അത്തറും പുരട്ടി, എന്നിട്ട് എല്ലാ സ്പ്രേയും അടിച്ച് എല്ലാ പൊന്നും ധരിപ്പിച്ച് സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന് പിന്നെ എല്ലാ യുവാക്കൾക്കും കാണാനുള്ളൊരു വസ്തുവായി ആ പെണ്ണിനെ പ്രകടിപ്പിക്കുന്ന മനുഷ്യന്മാരില്ലേ? ഓ മനുഷ്യ, നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നീ അല്ലാഹുവിന്റെ ഖുർആൻ അംഗീകരിക്കണ്ടേ? വഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. പുരുഷന്മാരോട് പറഞ്ഞത് അന്യപെണ്ണിലേക്ക് നോക്കരുതെന്നല്ലേ? അതേ സ്ത്രീകളോടും പറഞ്ഞത്, അന്യപെണ്ണിനോടും പറഞ്ഞത് നീ പുരുഷന്മാരെ നോക്കി ആസ്വദിക്കരുതെന്നല്ലേ? അതിന്റെ പുറമേ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന സ്വലാത്ത്. സ്ത്രീകളെ, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണം. അത്യാവശ്യത്തിനെ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകേണ്ടതുള്ളൂ. നിങ്ങളെ നിസ്കാരം പോലും നിങ്ങൾ വീട്ടിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും വിവരമില്ലാത്ത കാലഘട്ടത്തിൽ ജാഹിലിയ കാലത്തിൽ പ്രകടിപ്പിച്ചതുപോലെ നിങ്ങളെ ഭംഗി പ്രകടിപ്പിക്കരുതേ. അതുപോലെ വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ പോലും മറയുടെ പിന്നിലാകണേ. ഇങ്ങനെയൊക്കെ ഖുർആൻ എത്രയെത്ര സ്ഥലത്താണ്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ ആ ശരീരത്തിൽ നിങ്ങളെ തലമറക്കണം, പോരാ നിങ്ങളെ മാറ് മറക്കണം. അതിന് നിങ്ങളുടെ ആ മുഖം മൂടി നിങ്ങൾ താഴ്ത്തിയിടണം, അല്ലെങ്കിൽ മാറ് മറക്കുന്ന വിധത്തിലാകണം. ഇങ്ങനെയൊക്കെ കൂടി ഖുർആൻ പറഞ്ഞിട്ട് അതെല്ലാം ഒരു ഭാഗത്തേക്ക് തള്ളി സ്വന്തം ഇഷ്ടത്തിന് അതാ അവനവന്റെ പരിഷ്കാരത്തിന് വേണ്ടി വേറെ ചില സമുദായത്തിലുള്ള ആളുകൾ, അവർക്ക് ഖുർആനിന്റെ നിർദ്ദേശമില്ലല്ലോ, ഇസ്ലാമിന്റെ നിയമമില്ലല്ലോ. അങ്ങനെയുള്ള കക്ഷികൾ എന്താണോ ചെയ്യുന്നത് അതങ്ങനെ തന്നെ നമ്മളും ചെയ്യണമെന്ന വാശിയോടുകൂടി നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഭക്തി തീരെ കൈയൊഴിക്കുന്ന കാഴ്ച കാണുമ്പോൾ വേദന തോന്നുകയല്ലേ? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വഇന്നകും ഔശക ബികും മിൻ ബഖൈതും ഔ ബഖിയ മൻ ബഖിയ മിൻകും അൻ തറൂ ഉമൂറൻ തുൻകിറൂനഹാ. ഓ മുസ്ലിം സമുദായമേ, നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ സമുദായത്തിൽ വിമർശിക്കപ്പെടേണ്ട ധാരാളം കാര്യങ്ങൾ കാണും. ചിലപ്പോൾ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെയായിരിക്കും തെറ്റായ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. വേറെ സമുദായത്തിന്റെ ആചാരങ്ങൾ എടുത്ത് പകർത്തുന്നത്, അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, അതുപോലെ സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയത്തിന് പ്രോത്സാഹനം നൽകുന്നത്, തെറ്റായ ആശയങ്ങൾ ചെയ്യുന്നത്, പലപ്പോഴും നല്ലവരായി ജീവിക്കേണ്ടവർ തന്നെയാകും. വിമർശിച്ചാലോ വിമർശിക്കുന്നവൻ വിമർശിക്കപ്പെടും, ആളുകൾക്കിടയിൽ കൊച്ചാക്കപ്പെടും. ഇന്നാ ലില്ലാഹ്,
നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നെനിക്കറിയില്ല. ഈ അടുത്ത ദിവസം ഞാൻ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ വല്ലാതെ വേദനിച്ചു. ബിരുദധാരിയായ ഒരു ചെറുപ്പക്കാരന്റെ വിവാഹ ചടങ്ങിന് പാട്ടുപാടുന്ന കുറച്ചാളുകൾ നല്ല നീളക്കുപ്പായമിട്ടിട്ടുണ്ട്, തലയെക്കെട്ടണിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ പാട്ടുപാടുന്ന ആ ചെറുപ്പക്കാർക്ക് അതൊന്നഴിച്ചു വെച്ചിട്ടെങ്കിലും അവരെ തോന്നിവാസം ചെയ്തുകൂടായിരുന്നോ? പാടുന്ന പാട്ട് പച്ച ഹറാമിലേക്ക്, ശഹ്വത്തിലേക്ക്, മനുഷ്യന്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത വിഷയത്തിലേക്ക് മനസ്സിനെ നയിക്കുന്ന തെറ്റായ പാട്ടുകൾ, സംസ്കാരമില്ലാത്ത പാട്ടുകൾ, മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരെ തന്നെ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാകുന്ന പാട്ടുകൾ, ഇത്രയും വൃത്തികെട്ടൊരു സമൂഹത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോവുകയല്ലേ? ഒരാള് പറഞ്ഞാലോ പറഞ്ഞവനെ ചോദ്യം ചെയ്യും, പറഞ്ഞവനെ നിസാരപ്പെടുത്തും. പലപ്പോഴും ജനങ്ങൾക്ക് മാതൃകയാകേണ്ടുന്ന ആളുകൾ, നേതാക്കള് തന്നെ ഒരിക്കലും പാടില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലും ഒത്താശ നൽകുന്നു, അതിന് മുൻപന്തിയിൽ നിൽക്കുന്നു. അങ്ങനെയുള്ളൊരു കാലം വരുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ലാ തസ്തതിഊന ലാ ഖിറാ, അന്ന് നിങ്ങൾക്ക് വെറുപ്പ് പ്രകടിപ്പിച്ച് അതിനോട് പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചുറ്റുപാടുണ്ടാകും. ഫബിഹസ്ബിൽ മർഇ മിൻകും മൻ യഅലമുല്ലാഹു മിൻ ഖൽബിഹി അന്നഹു ലാ കാരിഹ്. അപ്പോൾ ആ തെറ്റിനെ വെറുക്കുന്ന പട്ടികയിലെങ്കിലും നിങ്ങൾ പെട്ടേക്കണേ. നിങ്ങൾക്ക് പരസ്യമായി വിമർശിക്കാനും ചോദ്യം ചെയ്യാനും കഴിയുന്നില്ലെങ്കിലും, നിങ്ങൾക്ക് തടയാൻ കഴിയുന്നില്ലെങ്കിലും, മനസ്സുകൊണ്ട് വെറുക്കുന്ന കക്ഷികളിലെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ടേക്കണേ. എന്നാലെങ്കിലും റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെട്ടാലോ.